ബിസ്മില്ലാഹി വകഫ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദുൽ മുസ്തഫ വഅലാ ആലിഹി വഅസ്ഹാബിഹി അഹ്ലി സിദ്ഖി വൽ വഫ അമ്മാ ബാദ്. ബഹുമാനവും ആദരവും നിറഞ്ഞ സാദാത്യങ്ങളെ, പണ്ഡിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട താജുൽ ഉലമാ ഖദ്ദസല്ലാഹു തആല സിർ അസീസ് അവിടുത്തെ സുപുത്രനായ ഖുറത്തു സാദാത്ത് തങ്ങളെ നവറല്ലാഹു മർഖദ മഹാന്മാരുടെ എല്ലാ മദദുകളും സഹായവും അള്ളാഹു നൽകി നമ്മെ അനുഗ്രഹിക്കുമാരാകട്ടെ. ഖുറത്തങ്ങളെ അനുസ്മരിക്കുന്നതായ സദസ്സിലാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. സ്വാഗത പ്രസംഗം മുതൽ ഉദ്ഘാടനവും അധ്യക്ഷ പ്രസംഗത്തിലെല്ലാം നിങ്ങൾ കേട്ടു. ഇനി ഇൻഷാ അല്ലാഹ് സുദീർഘമായ ഒരു അനുസ്മരണ പ്രസംഗവും ബഹുമാനപ്പെട്ട ബഷീർ മദന ഉസ്താദ് പ്രസംഗത്തിൻ്റെ പീഠത്തിൽ തിളങ്ങുന്നതായ ആളും കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ ഇരുത്തിക്കൊണ്ട് ഈ എളിയവനായി എന്നിൽ നിന്നുള്ള വലിയൊരു അനുസ്മരണ പ്രസംഗം നിങ്ങൾ നിരീക്ഷിക്കേണ്ടതില്ല. ഇന്ന് യഥാർത്ഥത്തിൽ ഈ പരിപാടിക്ക് വരാനുള്ളതായ സാഹചര്യം ഉണ്ടായിട്ടില്ല. കാരണം പരീക്ഷൻ്റെ അടുത്ത് വന്ന സമയത്തിൽ ഒരുപാട് ബിസിയുള്ളതായ സമയമാണ്. പക്ഷേ മദനീസിൻ്റെ പരിപാടിയാണ്, അതുപോലെ ഖുറത്തു സാദാത്ത് തങ്ങളുടെ അനുസ്മരണ പരിപാടി എന്ന് വിചാരിച്ചു കൊണ്ട് വന്നതാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളെപ്പോലെ കുറേ നേരം കൂടെ ഇരിക്കാനുള്ളതായ സാഹചര്യം കൂടി ഇല്ലാത്ത സ്ഥിതിക്ക് പെട്ടെന്ന് തങ്ങളോട് സംബന്ധം ചോദിച്ചിട്ടാണ് രണ്ട് വാക്ക് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൂടുതലും പിരിയലും അവൻ്റെ പൊരുത്തത്തിലാക്കി തീർക്കുമാരാകട്ടെ. ബഹുമാനപ്പെട്ട ഖുറത്തങ്ങൾ വഫാത്താകുന്നതിന് 15 ദിവസം മുമ്പ് മദനീസ് കേന്ദ്ര കമ്മിറ്റിയുടേതായ ഒരു സംഘം ബഹുമാനപ്പെട്ട തങ്ങളവരെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഞാൻ, കെ എം മദനി ഉസ്താദ്, പാത്തൂർ അബ്ദുള്ള മദനി, ഖാലിദാജി തുടങ്ങിയതായ ആൾക്കാർ ഞങ്ങൾ പോയി. കഴിഞ്ഞ കൊല്ലം ബഹുമാനപ്പെട്ട ഷെയ്ഖുന മുർഷിദുന താജുൽ ഉലമാ ഖദ്ദസല്ലാഹു തആല സിർ അസീസ് മഹാനവറുകളുടെ 10ാമത്തെ ഉറൂസിന് വേണ്ടി സ്വരൂപിച്ചതായ അരി കൊടുത്തിട്ട് ബാക്കിയായ 2 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. അന്ന് തന്നെ നമ്മൾ കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചത് ഖുറത്തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്നതായ ആ എട്ടിക്കുളത്തിൽ നടക്കുന്നതായ അവിടുത്തേതായ ആ സ്ഥാപനക്ക് വേണ്ടി ദർസിൻ്റെതായ ചെലവിന് വേണ്ടി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തീരുമാനിച്ച അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ ആ ഏൽപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ പോയി. ആ പോയ സമയത്തിൽ ഒരുപാട് വിഷയങ്ങൾ തങ്ങളവറുകൾ പറഞ്ഞത് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. തങ്ങൾ ആ പറഞ്ഞത് തങ്ങളെവിടെ പറ അന്ന് തങ്ങൾ പറഞ്ഞതായ വിഷയങ്ങളെല്ലാം ഇതെല്ലാം ഒരു വഫാത്തിന് മുമ്പ് നമ്മൾ വസിയത്ത് പറയുന്നതായ കാര്യമാണ് എന്ന് നമുക്കന്ന് ചിന്തിച്ചിട്ടേ ഇല്ല. ഒരുപാട് കാര്യങ്ങളെല്ലാം ആ സമയത്ത് പറഞ്ഞതെല്ലാം ഈ മരണത്തിന് ശേഷമാണ് നമുക്കത് മനസ്സിലാക്കുന്നത്. അതിൽ പറഞ്ഞ ആ ഒരു കാര്യം കൂടിയാണ്. എനിക്കെന്താ ഉള്ളത്, ഞാൻ കുറേ ആൾക്കാർ എന്നോട് വെള്ളം ബന്ധിപ്പിക്കുന്നു, അതുപോലെ കർണാടകയിൽ വെച്ചുകൊണ്ട് പിന്നെ ഒരുപാട് മഹാസഭയ്ക്ക് എന്നെ വിളിക്കുന്നു. എല്ലാ നബിമാർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ആടുമേക്കുന്ന പണി കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അള്ളാഹു തന്നത് കർണാടകക്കാരായ ആൾക്കാരെയാണ് തന്നത്. എനിക്ക് ഓരെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് എന്നെ അള്ളാഹു തന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് അവിടുത്തെ മഹാസഭയ്ക്ക് പോയെങ്കിൽ രാവിലെ 9 മണിക്ക് പോയിട്ട് ഇരുന്നാൽ രാത്രി 12 മണി വരെ മഹാസഭ തീരാതെ കണ്ട് അവിടെ തന്നെ ഇരിക്കലാണ് ഞാൻ സാധാരണ. ബഹുമാനപ്പെട്ടവരുടേതായ കാര്യങ്ങൾ. എന്നിട്ട് മൂപ്പര് പറഞ്ഞു, ഇതെല്ലാം ഈ തങ്ങളുടേതായ പവറല്ല, എൻ്റെ ഉപ്പാൻ്റെ പവറാണ്. ഞാൻ എവിടേക്ക് പോകുമ്പോഴും ബഹുമാനപ്പെട്ട ഉപ്പാൻ്റെ പേരിൽ ഫാത്തിഹ ഓതിയിട്ട് എന്നെ സഹായിക്കണം, എന്നെ കൈപിടിക്കണം, ആ സദസ്സിൽ പോയെങ്കിൽ നിയന്ത്രണം ഫുള്ളായിട്ട് ഉപ്പാൻ്റെത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ തങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു. എന്നിട്ട് ഒരുപാട് വിഷയങ്ങൾ നമ്മളെ മഹാസഭ ജൂൺ 29 മഹാസഭ നടക്കുന്ന മദനീസിലെ കേന്ദ്ര കമ്മിറ്റീൻ്റെത്. അപ്പോൾ തങ്ങളവറുകൾ അതിന് വന്നിട്ട് ദ്വാരന്ന് തരണമെന്ന് പറഞ്ഞ സമയത്ത് തങ്ങൾ പറഞ്ഞു, 29 നടക്കുന്നതായ മഹാസഭ നിങ്ങൾ മാറ്റിയിട്ട് വേറൊരു ദിവസത്തേക്ക് വെക്കണം. എന്നിട്ട് ഇൻഷാ അല്ലാഹ് ഞാനും പിന്നെ കുമ്പോല് തങ്ങൾ ഒന്നിച്ച് പേരാണ് ഞങ്ങൾ എന്ന്. ആ സമയത്ത് ഞങ്ങൾ പറഞ്ഞു, ഇപ്പം ഞങ്ങളെല്ലാവരും വിളിച്ചിട്ടായിട്ടുണ്ട്. ആ വിളിച്ചിട്ടായത് സ്ഥിതിക്ക് ഇപ്പം മാറ്റുമ്പോൾ നമ്മളെ കേന്ദ്ര കമ്മിറ്റി എന്ന് പറയുമ്പോൾ കർണാടക ഉള്ളതായ പല ഭാഗത്തുള്ളതായ മദനികളാണുള്ളത്, അതുപോലെ കേരളത്തിലുള്ള പല ഭാഗത്തിൽ നിന്നും തമിഴ്നാടിൻ്റെ ആൾക്കാരും കൂടിയാണ്. അപ്പോൾ അവരെല്ലാവരും ഇതിക്ക് വരാണ്ട് ഒരുങ്ങിയിട്ടുണ്ടല്ലോ തങ്ങളെന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു, കുറച്ച് നേരം മൗനമായിട്ട് പിന്നെ പറഞ്ഞു, തങ്ങൾ വേണ്ട, ഞങ്ങൾ തീരുമാനിച്ച പോലെ നടക്കട്ടെ, ഇൻഷാ അല്ലാഹ് അടുത്തത് അള്ളാഹു ഉദ്ദേശിച്ചാൽ
ഇൻഷാ അല്ലാഹ് ഞങ്ങൾ അവിടെ വേറൊരു മീറ്റിങ്ങിന് വരാം ഇൻഷാ അല്ലാഹ് അത് പറഞ്ഞു. പക്ഷേ തങ്ങൾക്ക് വരാൻ കഴിഞ്ഞില്ല. അതിന് മുമ്പ് പിന്നെ വഫാത്തായില്ലേ. ഏതാണെങ്കിൽ ഞാൻ പറയുന്നത് തങ്ങളുടേതായ ജീവിതം ഈ അനുസ്മരണ കൊണ്ട് ബഹുമാനപ്പെട്ട നമ്മളെ ഇസ്മായിൽ തങ്ങൾ പറഞ്ഞതുപോലെ അനുസ്മരണ കൊണ്ട് ഞങ്ങൾക്ക് കിട്ടേണ്ട നേട്ടം പറഞ്ഞെങ്കിൽ ഈ മഹത്തുക്കളായ ആൾക്കാരെ മരിച്ചത് മുതൽ ബഹുമാനപ്പെട്ട ഖുറത്തു സാദാത്തിനെ ആ മരിച്ചിട്ട് അടക്കിയത് മുതൽ മരണ വാർത്ത കേട്ടത് മുതൽ ആൾക്കാർ ഇവിടെയും എല്ലായിടത്തും തടിച്ചു കൂടുകയും കരയുകയും ദുഃഖിക്കുകയും ചെയ്തുകൊണ്ട് എന്താണ് കാരണം മൗത്തുൽ ആലമി എന്നാണ്. ഒരു ആലിമ മരിക്കുക എന്ന് പറഞ്ഞെങ്കിൽ അത് ആലമ ലോകന്നെ മരിച്ച പോലെയാണ്. എല്ലാവർക്കും സങ്കടമാണ്. അവരിൽ നിന്ന് കിട്ടുന്നതായ ഭൗതികമായ ആ ഒരു ചികിത്സയും ആ ഒരു നേട്ടങ്ങളും എല്ലാവും അത് അവസാനിക്കുകയാണ്. അതായത് പിന്നെ മരണത്തിന് ശേഷം കഴിവ് കൂടുതലാണ്. പക്ഷേ നേരിൽ പോയിട്ട് പറഞ്ഞുകൊണ്ട് ആ ഒരു സമാധാനം ഇല്ലാതായി പോവല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആൾക്കാർ ഭയങ്കര ദുഃഖിച്ചത്. അന്ന് മുതൽ ഇന്ന് വരെയും ഇവിടെ സിയാറത്തും ഖുർആൻ പാരായണയും തഹ്ലീലും അനുസ്മരണയും നടക്കുന്നത് കാണുമ്പോൾ കഴിഞ്ഞ 7-ൻ്റെതായ ദുആന സമയത്തിൽ നമ്മളെ സദസ്സിൽ വെച്ചോണ്ട് തിരുവനന്തപുരത്ത് നിന്ന് പിന്നെ തിരുവനന്തപുരത്ത് ആൾക്കാരുണ്ടായി, അതേപോലെ കൊല്ലത്തിൻ്റെ ഭാഗത്ത് ആൾക്കാരുണ്ടായി. സാധാരണ കർണാടകയിൽ ഒരാൾ മരിച്ചെങ്കിൽ അവിടെ അടക്കിയാൽ ആ ഭാഗത്ത് ആൾക്കാർ വരുന്ന വളരെ കുറവാണ്, കേരളത്തിൽ വരലില്ല. പക്ഷേ അതിനെല്ലാം വിപരീതമായി കൊണ്ടാണ് ഖുറത്തങ്ങളെ സിയാറത്തിന് വേണ്ടി എല്ലാ ഭാഗത്തും ആൾക്കാർ വരുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നുള്ള സ്നേഹമാണ് കിട്ടുന്നത്. ആൾക്കാരെ മനസ്സിൽ അള്ളാഹു തആല അദ്ദേഹത്തിനുള്ള ബഹുമാനവും ആദരവും ഇട്ടുകൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ പരലോകത്തിൻ്റെ കാര്യത്തിന് വേണ്ടി ദുആകളും അതേപോലെ ഖുർആൻ പാരായണവും തഹ്ലീലും പറയാനുള്ളതായ ആ ഒരു സാഹചര്യവും മനസ്ഥിതിയും അള്ളാഹു ഇട്ടുകൊടുക്കുമെന്നാണ്. ഇത്രയെല്ലാം സ്ഥാനമുള്ളതായ തങ്ങളുടെ ജീവിതം ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ ഒരു വലിയൊരു ആഡംബര ജീവിതമൊന്നുമില്ല. ഇസ്തിരിട്ട വസ്ത്രം പോലും ഇടൽ ഭാരി കുറവാണ്. ഒരു 2 സ്ഥലത്തിൽ കഴിഞ്ഞ ഉറൂസിനല്ല 9ാമത്തെ ഉറൂസ് താജുലമിൻ്റെ 9ാമത്തെ ഉറൂസിൽ തങ്ങളവർകൾ കോട്ടിട്ടിട്ട് ഇരുന്നുണ്ടായിരുന്നു. കോട്ടിട്ടിട്ട് നല്ലൊരു കോട്ട് ഇട്ടിട്ട്. പക്ഷെ അത് അറിഞ്ഞ സമയത്തിൽ കുറേ ആൾക്കാരോട് നിർബന്ധം ഇടിച്ചതാണ്. തങ്ങളത് ഇഷ്ടപ്പെടുന്നില്ല. വലിയ ആൾക്കാരായിട്ട് വലിയ കോട്ടിട്ടിട്ട് വലിയ ആളാവണം ആ ഒരു ചിന്തന്നെ തങ്ങൾക്കില്ല. അത് മഹാന്മാരുടെ ചരിത്രം അങ്ങനെയാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു യാഫിർ റളിയല്ലാഹു അൻഹു കിതാബുൽ യാഫിർ തുടക്കത്തിൽ പറഞ്ഞില്ലേ, വഗൈറു തഖിയ്യിൻ യഅ്മുറുൻ നാസ ബിത്തുഖാ ത്വബീബുൻ യുദാവിൻ നാസ വഹുവ അലീലു പറഞ്ഞിട്ട് ഒരു ബൈത്ത് പറയുന്നുണ്ട്. അതായത് മഹാനവർകൾ പറയുന്നത് ഞാൻ ഒരു ആത്മീയമായ ഉപദേശിക്കാൻ ഒരു അർഹനല്ല. അത് രോഗം പിടിച്ചതായ വൈദ്യനെ പോലെയാണ്. ആ രോഗത്തിൻ്റെ വലിയ അടിമ ഈ വൈദ്യൻ തന്നെയാണ്. പക്ഷേ അയാളുടേതായ പിന്നെ രോഗത്തെ ചികിത്സിക്കാതെ ജനങ്ങളുടേതായ രോഗത്തിൽ ചികിത്സിക്കുന്നതായ ആ ഒരു വൈദ്യൻ്റെതായ ഡോക്ടറുടെ ഉദാഹരണം പോലെ എൻ്റേതെന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട യാഫിർ റളിയല്ലാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യാഫിർ റളിയല്ലാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞതല്ല, അദ്ദേഹത്തിൻ്റെ താഴ്മയാണ്. ഇതുപോലെ നമ്മുടേതായ മുൻകാലം കഴിഞ്ഞതായ നേതൃത്വങ്ങളെല്ലാം ഈ താഴ്മയോടെ അങ്ങേയറ്റം ജീവിച്ചവരാണ്. ഈ താഴ്മയും സൽസ്വഭാവവും ഒരാൾക്കുണ്ടെങ്കിൽ 2 കാര്യമാണ്. ദുനിയാവിൽ നന്നായിട്ട് ജീവിക്കണമെങ്കിൽ സൽസ്വഭാവം ഉണ്ടോ അവനക്ക് നന്നായിട്ട് ജീവിക്കാം. ഇനി ആഖിബത്ത് നന്നായിട്ട് മരിച്ചോ ആഖിറത്ത് നല്ല ജീവിതം ഉണ്ടാവും. ഈ 2 കാര്യത്തിന് വേണ്ടിയാണ് നമ്മളെ പ്രവർത്തനം വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 2 കാര്യങ്ങളും അല്ലാഹു നമുക്ക് പൂർത്തിയാക്കി തരുമാറാകട്ടെ. ജീവിക്കുന്ന കാലത്തെല്ലാം ആർക്കും ഒരു ഇടങ്ങേറില്ലാതെ കണ്ട് ആർക്കും ഒരു ഭാരമില്ലാതെ കണ്ട് ഇസ്സത്തോടു കൂടി ജീവിച്ച് മരിക്കുന്ന സമയത്തിൽ കാമില ഈമാനോട് കൂടി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുഞ്ചിരി തൂകുന്നതായ പ്രകാശിക്കുന്ന മുഖം കണ്ടുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഖുറത്തു സാദാത്തിൻ്റെ പരലോക ദറജകൾ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ തഖ്വ കൊണ്ടും ഇൽമു കൊണ്ടും ഈമാൻ കൊണ്ടും അള്ളാഹു തന്നെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.